ചോദ്യം എങ്ങനെയാണ്? താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നതാണ് ചോദ്യം. ഓക്കെ, മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് സംസ്ഥാനത്തെ ഗവർണറാണ്. ശരിയാണോടെ? മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ആരാണ്? മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് സംസ്ഥാനത്തെ ഗവർണർ തന്നെയാണ്. അത് ശരിയായിട്ടുള്ള ഉത്തരം തന്നെയാണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് കേട്ടോ. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് മുഖ്യമന്ത്രി നിയമിക്കപ്പെടുന്നതെന്ന് അറിയോ? ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് മുഖ്യമന്ത്രി നിയമിക്കപ്പെടുന്നത്? ആർക്ക് പറയാം? ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് മുഖ്യമന്ത്രി നിയമിക്കപ്പെടുന്നത്? കറക്റ്റാണ്. 164 1 എന്ന് പറയുന്ന ആർട്ടിക്കിൾ പ്രകാരമാണ് കേട്ടോ. 164 1 എന്ന് പറയുന്ന ആർട്ടിക്കിൾ പ്രകാരമാണ് മുഖ്യമന്ത്രി നിയമിക്കപ്പെടുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത് മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു. മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നിയമിക്കുന്നു. ശരിയോ തെറ്റോ? ശരിയാണ് കേട്ടോ. മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഉപദേശപ്രകാരം എന്ത് ചെയ്യുന്നു? നിയമിക്കുന്നു. അടുത്ത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, മന്ത്രിസഭയ്ക്ക് ഗവർണറോട് കൂട്ടുത്തരവാദിത്തമുണ്ട്. ശരിയാണോ തെറ്റാണോ? പിള്ളേരെ, സംസ്ഥാന മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തം ഉള്ളത് ആരോടാണ്? സംസ്ഥാന മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തമുള്ളത് സംസ്ഥാന നിയമസഭയോടാണ് അല്ലെ? നിയമസഭയോടാണ് സംസ്ഥാന മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തമുള്ളത്. ആരോടെന്ന് കേട്ട് കഴിഞ്ഞാല് ഈ പറയുന്ന നിയമസഭയോടാണ് കൂട്ടുത്തരവാദിത്തമുള്ളത് കേട്ടോ. നിയമസഭയോടാണ് കൂട്ടുത്തരവാദിത്തം ഉള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ അത് ഈ പറഞ്ഞ പോയിന്റ്സ് നമുക്ക് നോക്കാം. അപ്പൊ ഇതിൽ ഏതൊക്കെ ശരിയെന്ന് കേട്ട് കഴിഞ്ഞാല് 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ ഡി ആൻസർ ആയിട്ട് വരും കേട്ടോ. 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ ഡി ആൻസർ ആയിട്ട് വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി മുഖ്യമന്ത്രിയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു സംസ്ഥാനത്ത് എങ്ങനെയാണ് ഒരാൾ മുഖ്യമന്ത്രിയായി മാറുന്നത്? എങ്ങനെയാ മുഖ്യമന്ത്രിയായി മാറുന്നത്? ആരാണ് മുഖ്യമന്ത്രി ആകുന്നത്? എവിടെ ഭൂരിപക്ഷമുള്ള? പിള്ളേരെ, സംസ്ഥാന നിയമസഭയിൽ ഭൂരിപക്ഷം നേടിയ ശ്രദ്ധിച്ച് പഠിച്ചോണേ. സംസ്ഥാന നിയമസഭയില് ഭൂരിപക്ഷം നേടിയ പാർട്ടിയുടെയോ മുന്നണിയുടെയോ നേതാവാണ് എന്തായി മാറുന്നത് പിള്ളേരെ? മുഖ്യമന്ത്രിയായി മാറുന്നത്. മനസ്സിലായ? ഓക്കെ, അതായത് ഇപ്പൊ തന്നെ നമുക്ക് നോക്കാം. നമ്മുടെ ഇപ്പം കേരളത്തില് ഭൂരിപക്ഷമുള്ളത് പാർട്ടിക്കാണോ മുന്നണിക്കാണോ? മുന്നണിക്കാണോ? നമ്മളെ കേരളം ഭരിക്കുന്നത് LDF എന്ന് പറഞ്ഞ ഒരു പാർട്ടിയാണോ? LDF എന്ന് പറഞ്ഞ പാർട്ടിയാണോ? കേരളം ഭരിക്കുന്ന LDF ഒരു പാർട്ടിയാണോ? LDF ഒരു പാർട്ടിയല്ലേ? LDF ഒരു മുന്നണിയാണ് അല്ലേ? LDF ഒരു മുന്നണിയാണ് അല്ലേ? ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന് പറയും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. രണ്ടിലധികം പാർട്ടികൾ ചേർന്നിട്ടുള്ള ഒരു സംവിധാനത്തെയാണ് നമ്മൾ മുന്നണി എന്ന് പറയുന്നത് അല്ലെ? അപ്പം സംസ്ഥാന നിയമസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെ അല്ലെങ്കിൽ മുന്നണിയുടെ നേതാവാണ് എന്തായി മാറുന്നത്? മുഖ്യമന്ത്രിയായി മാറുന്നത് അല്ലെ? മുഖ്യമന്ത്രിയായി മാറുന്നത്. ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സംസ്ഥാനങ്ങളിൽ ഈ നിയമസഭ അംഗമാകാതെ ആർക്കെങ്കിലും മുഖ്യമന്ത്രിയാകാനോ മന്ത്രിയാകാനോ കഴിയുമോ? ആർക്കെങ്കിലും മന്ത്രിയാകാനോ മുഖ്യമന്ത്രിയാകാനോ കഴിയുമോ? കഴിയും. ഓക്കെ, എത്ര കാലത്തേക്ക് കഴിയും? സംസ്ഥാന നിയമസഭയിൽ അംഗമാകാതെ മുഖ്യമന്ത്രിയാകാനോ മന്ത്രിയാകാനോ എത്ര കാലത്തേക്ക്? ഇപ്പോൾ 6 മാസം വരെ മുഖ്യമന്ത്രിയാകാനും അതുപോലെ മന്ത്രിയാകാനും കഴിയും. ഈ 6 മാസത്തിനുള്ളിൽ അദ്ദേഹം എന്ത് ചെയ്യേണ്ടി വരും? ഈ 6 മാസത്തിനുള്ളിൽ ഇലക്ഷൻ നേരിട്ട് MLA ആയി കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഇല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ അദ്ദേഹത്തെ എന്ത് ചെയ്യും? ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യും. മനസ്സിലായോ? ഓക്കെ ആണല്ലോ. അപ്പൊ അത് മനസ്സിലായല്ലേ? ഇനി ഈ മന്ത്രിസഭ എന്തിനാണ്? നിങ്ങൾ ചോദിക്കുകയാണ്, നമ്മുടെ സംസ്ഥാന മന്ത്രിസഭ എന്തിനാണ്? സംസ്ഥാന മന്ത്രിസഭയുടെ പ്രധാന ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയൂടാ? സംസ്ഥാന മന്ത്രിസഭയുടെ പ്രധാന ധർമ്മം എന്താണ്? നിയമനിർമ്മാണം കറക്റ്റാണ്. സംസ്ഥാന മന്ത്രിസഭയുടെ എല്ലാം നമ്മുടെ സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആരാണ്? പിള്ളേരെ,
സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണറാണല്ലേ, ഗവർണറാണല്ലേ. ഓക്കെ. ആ സംസ്ഥാനത്തിന്റെ ഭരണത്തലവനാണെന്ന് കേട്ട് കഴിഞ്ഞാലും ആര് തന്നെയാണ്? ഗവർണർ തന്നെയാണ് അല്ലേ. ഓക്കെ. സംസ്ഥാനത്തിന്റെ ഭരണത്തലവനാണെന്ന് കേട്ട് കഴിഞ്ഞാലും ആര് തന്നെയാണ്? ഗവർണർ തന്നെയാണ്. ഓക്കെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർട്ടിക്കിൾ 163 പ്രകാരം ഗവർണറെ ഭരണകാര്യങ്ങളിൽ സഹായിക്കാനും ഉപദേശങ്ങൾ നൽകുവാനും മുഖ്യമന്ത്രി തലവനായിട്ടുള്ള ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കണം. മനസ്സിലായ? ആർട്ടിക്കിൾ 163 പ്രകാരം ഗവർണറെ ഭരണകാര്യങ്ങളിൽ സഹായിക്കാനും ഉപദേശിക്കാനും മുഖ്യമന്ത്രി നയിക്കുന്ന ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കണം എന്നാണ് ഏത് ആർട്ടിക്കിൾ പറയുന്നത്? 163 പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. നിയമസഭയുടെ കാലാവധി എത്രയാണ്? നിയമസഭയുടെ കാലാവധി 5 വർഷമാണ് അല്ലെ. 5 വർഷമാണ്. ഓക്കെ. ഈ 5 വർഷത്തിനുള്ളില് ഇപ്പൊ 5 വർഷത്തിനുള്ളിൽ ഗവൺമെന്റിന് നിയമസഭയില് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കും? 5 വർഷം കാലാവധി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതായത് ഈ പറയുന്ന നിയമസഭയുടെ കാലാവധി 5 വർഷമാണ്. ഈ 5 വർഷത്തിനുള്ളിൽ ഈ പറയുന്ന മുന്നണിക്ക് അല്ലെങ്കിൽ പാർട്ടിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആര് പിരിച്ചുവിടും? ഗവർണർ ഇവരെ മന്ത്രിസഭയെ പിരിച്ചുവിടും അല്ലെ. ഗവർണർ മന്ത്രിസഭയെ പിരിച്ചുവിടും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ മന്ത്രിസഭയ്ക്ക് അല്ലെങ്കിൽ നിയമസഭയ്ക്ക് സാധാരണ കാലാവധി 5 വർഷമാണ്. പക്ഷെ 5 വർഷത്തോളം ഇവർക്ക് ഭൂരിപക്ഷം തുടരാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഗവർണർ എന്ത് ചെയ്യൂടാ? മന്ത്രിസഭയെ പിരിച്ചുവിടും അല്ലെ. മനസ്സിലായല്ലോ. ഓക്കെ. ഇനി ഈ മന്ത്രിമാരെ നീക്കം ചെയ്യുന്നത് ഗവർണറാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. മന്ത്രിമാരെ നീക്കം ചെയ്യാനുള്ള അധികാരം ഗവർണർക്കാണെന്ന് പറഞ്ഞു. നമുക്കറിയാം. ഇത് ഗവർണർക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റുമോ അതോ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരമാണോ? മന്ത്രിമാരെ നീക്കം ചെയ്യുന്ന ആ ഒരു പ്രവർത്തനത്തില് മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നീക്കം ചെയ്യാം കേട്ടോ. മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നീക്കം ചെയ്യാൻ പറ്റേ. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എന്ത് ചെയ്യാൻ പറ്റും? നീക്കം ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാൻ പിള്ളേര്. വളരെ ഇമ്പോർട്ടന്റ് ആണേ. ഓക്കെ. നമ്മളിപ്പോ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാല് 164 1 എന്ന ആർട്ടിക്കിൾ പ്രകാരമാണ് നമ്മുടെ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് അല്ലെ. ആർട്ടിക്കിൾ 164 1 എന്ന ആർട്ടിക്കിൾ പ്രകാരമാണ് മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത്. മുഖ്യമന്ത്രി നിയമിക്കുന്നത് ആരെന്ന് നമ്മൾ പറഞ്ഞു? ഗവർണർ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞു ആരാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു? സംസ്ഥാന നിയമസഭയില് ഭൂരിപക്ഷം നേടുന്ന പാർട്ടിയുടെ അല്ലെങ്കിൽ മുന്നണിയുടെ നേതാവാണ് മുഖ്യമന്ത്രിയായി മാറുന്നത് അല്ലേ. ഓക്കെ. ഈ മന്ത്രിസഭയെ നിയമിക്കുന്നത് ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരമാണ് നിയമിക്കുന്നത് മന്ത്രിമാരെയൊക്കെ അല്ലേ. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞു ഒരു വ്യക്തിക്ക് MLA ആകാതെ 6 മാസം വരെ ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുമാകാം, 6 മാസം വരെ എന്തുമാകാൻ പറ്റും? മന്ത്രിയുമാകാൻ കഴിയും കേട്ടോ. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞതാണ് ആർട്ടിക്കിൾ 163 പ്രകാരം നമ്മുടെ ഗവർണറെ ഭരണകാര്യങ്ങളിൽ സഹായിക്കാനും ഉപദേശിക്കാനും മുഖ്യമന്ത്രി തലവനായിട്ടുള്ള ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കണം. മന്ത്രിസഭയുടെ കാലാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷമാണ്. മന്ത്രിസഭയുടെ കാലാവധി 5 വർഷമാണ് അല്ലേ. ഓക്കെ. അവിടെ ഈ 5 വർഷത്തിനകത്ത് ഇവർക്ക് ഭൂരിപക്ഷം, ഈ നിയമസഭയിലെ ഭൂരിപക്ഷം അത് തുടരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത് മന്ത്രിസഭയെ പിരിച്ചുവിടാൻ കഴിയും. മന്ത്രിമാരെ നീക്കം ചെയ്യുന്നതും ഗവർണറാണ്. പക്ഷെ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരമാണ് മന്ത്രിമാരെ എന്ത് ചെയ്യുന്നത്? നീക്കം ചെയ്യുന്നത്. ഓക്കെ. ആരെയൊക്കെയാണ് ഗവർണർ നിയമിക്കുന്നത്? ആരെയൊക്കെ നമുക്ക് ലിസ്റ്റ് എടുത്താലോ? ഗവർണർ നിയമിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്? മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ഗവർണറാണ് അല്ലെ. മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ഗവർണറാണ്. ഓക്കെ. മറ്റു മന്ത്രിമാരെ നിയമിക്കുന്നതും ഗവർണർ അല്ലേ. മറ്റു മന്ത്രിമാരെ നിയമിക്കുന്നതും ഗവർണർ തന്നെയാണ്. ഓക്കെ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നതോ? സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ നിയമിക്കുന്നതും ആര് തന്നെയാണ്? ഗവർണർ തന്നെയാണ് അല്ലെ. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ നിയമിക്കുന്നത് ഗവർണർ തന്നെയാണ്. അതുപോലെ PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആര് തന്നെയാണ്? ഗവർണർ തന്നെയാണ് അല്ലെ. അതുപോലെ തന്നെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെ നിയമിക്കുന്നത് ഗവർണറാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെ നിയമിക്കുന്നത് ഗവർണറാണോ?
അല്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. പലർക്കും തെറ്റിപ്പോകുന്നൊരു കാര്യമാണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഹൈക്കോടതി ജഡ്ജിമാരെയും അതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് കേട്ടോ. സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ഗവർണർ. മനസ്സിലായ? സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആരെന്ന് കേട്ടാൽ അത് ഗവർണറാണ് കേട്ടോ. ഗവർണർ തന്നെ വേണമെന്നുണ്ടോ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കാൻ? പിന്നെ ആര് മതി? ഒന്നുകിൽ ഗവർണർ അല്ലെങ്കിൽ ഗവർണർ നിർദ്ദേശിക്കുന്ന വ്യക്തി. മനസ്സിലായ? ഒന്നുകിൽ ഗവർണർ അല്ലെങ്കിൽ ഗവർണർ നിർദ്ദേശിക്കുന്ന വ്യക്തിയാണ്. ഒന്നുകിൽ ഗവർണർ അല്ലെങ്കിൽ ഗവർണർ നിർദ്ദേശിക്കുന്ന വ്യക്തിയാണ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത്. അപ്പൊ ആ രണ്ട് കാര്യം ഓർത്തു വെച്ചോണം. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും അതുപോലെ തന്നെ ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്ന ആരാ? അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്ന ആരാണ് കുട്ടികളെ? അത് ഗവർണറാണ്. അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്ന ആരാണ്? ഗവർണറാണ്. ഇനി ജില്ലാ ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരാണ്? ജില്ലാ ജഡ്ജിമാരെ നിയമിക്കുന്നത് ഗവർണറാണ്. അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്നത് ആരാ? അതും ഗവർണർ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. അതുപോലെ തന്നെ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ചീഫിനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആര് തന്നെയാണ് പിള്ളേരെ? ഗവർണർ തന്നെയാണ്. ഓക്കെ, ഒരുപാട് ആൾക്കാർ ഗവർണർ നിയമിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ചോദ്യം വരുന്നത് ഈ പറയുന്ന രീതിയിലാണ് കേട്ടോ. ഇത്രയും ആൾക്കാരാണ് നമുക്ക് ചോദ്യം വരുന്നത്. മുഖ്യമന്ത്രി നിയമിക്കുന്നത് ഗവർണറാണ്. മറ്റ് മന്ത്രിമാരെ നിയമിക്കുന്നത് ഗവർണറാണ്. പക്ഷെ മറ്റ് മന്ത്രിമാരെ നിയമിക്കുമ്പോഴേ ഇതില് ആരുടെ ഉപദേശപ്രകാരമാണ് നിയമിക്കുന്നത്? നമ്മൾ പറഞ്ഞു, മന്ത്രിസഭയെ നിയമിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം എന്ന് പറഞ്ഞു അല്ലേ. പിന്നെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷണർ നിയമിക്കുന്നത് ഗവർണറാണ്. PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ഗവർണറാണ്. ജില്ലാ ജഡ്ജിമാരെ നിയമിക്കുന്നത് ഗവർണറാണ്. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് അംഗങ്ങളെ നിയമിക്കുന്നത് ആര് തന്നെയാണ്? ഗവർണർ തന്നെയാണ് കേട്ടോ. അത് ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ് വളരെ. ഓക്കെ, ക്ലിയർ അല്ലേ? ശരി, ഇനി ഈ ഒരു ചർച്ച ചെയ്തേ. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകൾ ശരിയേത്? ചെയ്തേ. എല്ലാവരും ചെയ്തോ. മൊത്തം വളരെ ചുവടെ ചേർക്കുന്ന പ്രസ്താവനകൾ ശരിയേത് എന്നാണ് ചോദ്യം. കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. ശരിയോ തെറ്റോ? ശരിയാണ്. കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതി തന്നെയാണ് ഗവർണറെ നിയമിക്കുന്നത് അല്ലേ. ഭരണകാര്യങ്ങളിൽ ഗവർണർ മുഖ്യമന്ത്രിയെ സഹായിക്കുന്നു. ശരിയോ തെറ്റോ? തെറ്റാണ്. തിരിച്ചാണ് അല്ലെ. ഭരണകാര്യങ്ങളിൽ മുഖ്യമന്ത്രി ഗവർണറെ സഹായിക്കുന്നു. അടുത്ത്, സംസ്ഥാന ഭരണ നിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണറാണ്. ശരിയാണ്. സംസ്ഥാന ഭരണ നിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആരെന്ന് കേട്ടുകഴിഞ്ഞാൽ അത് ഗവർണർ തന്നെയാണ്. അപ്പൊ ഇവിടെ 1ഉം 3ഉം ശരിയായിട്ട് വരും. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ പിള്ളേരെ? പറ്റുന്നുണ്ടല്ലോ? ക്ലാരിറ്റി ഉണ്ടല്ലോ? ഓക്കെ. പിള്ളേരെ, ഞാനൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഗവർണർ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയാണ് എന്ന് പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ? ഗവർണർ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയാണ് എന്ന് പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ?
പിള്ളേരെ ആ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്ത് വെച്ചോ. ഗവർണർ കേന്ദ്ര സർക്കാരിന്റെ സെൻട്രൽ ഗവൺമെന്റിന്റെ റെപ്രസെന്റേറ്റീവ് ആണ്, അല്ലെങ്കിൽ പ്രതിനിധിയാണ്. ഓക്കെ, ക്ലിയർ ആണ്. ഞാൻ നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ ഗവർണർ എന്ന പദവി നമുക്കൊരു ഡിഗ്രി ലെവൽ പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. താഴെ പറയുന്നവയിൽ ഭരണഘടനാപരമായിട്ട് വിവാദമായ പദവി ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏതെന്ന് കേട്ടാൽ ഗവർണറാണ്. അല്ല റീസൺ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഗവർണർ പദവി വിവാദമായിട്ടുള്ളതെന്ന്, എന്തുകൊണ്ടാണ്? ഇലക്ഷൻ ഇല്ലാത്തത് കൊണ്ട്. നമ്മൾ ഈ ബാക്കി പറയുന്ന രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, മന്ത്രിസഭ, ഇതെല്ലാം എല്ലാ സ്ഥാനങ്ങളിലേക്കും ഇലക്ഷൻ ഉണ്ട്. എന്നാൽ ഗവർണർ സ്ഥാനത്തേക്ക് മാത്രം എന്തില്ല? ഇലക്ഷൻ ഇല്ല. ഓക്കെ, സംസ്ഥാനങ്ങളിലേക്ക് ഇപ്പൊ ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ഭരിക്കുന്ന അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ഏതാണോ അവർക്ക് താല്പര്യമുള്ള ഒരു വ്യക്തിയെ അവരുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് കുട്ടികളെ? ഈ സംസ്ഥാനങ്ങളിൽ നിയമിക്കുന്നത്, അല്ലെ? സംസ്ഥാനങ്ങളിൽ ഗവർണറായിട്ട് നിയമിക്കുന്നത്. നമ്മൾ ഈ ഒരു പോയിന്റ് നോക്കിയേ. സംസ്ഥാന ഭരണ നിർവഹണത്തിന്റെ തലവനാണ് ആരെന്ന് പറയുന്നത്? ഗവർണർ എന്ന് പറയുന്നില്ലേ? സംസ്ഥാന ഭരണ നിർവഹണത്തിന്റെ തലവനാണ് ഗവർണർ. അപ്പൊ അത്രയും വലിയ പോസ്റ്റിലുള്ള ഒരാളെ നിയമിക്കുന്നത് ഇലക്ഷനിലൂടെ അല്ല എന്നത് കൊണ്ടാണ് അത് പലപ്പോഴും വിവാദമായി മാറുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, ഇനി ഞാൻ കുറച്ച് ഗവർണറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിട്ട് കുറച്ച് കാര്യം ചോദിക്കുകയാണ്. ഇവിടെ ഒരു വ്യക്തിക്ക് ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ ഗവർണർ ആകാൻ കഴിയുമോ? ഒരു വ്യക്തിക്ക് ഒന്നിലധികം സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തിന്റെയും ഗവർണറായി മാറാൻ കഴിയും. മനസ്സിലായ? ഒന്നിലധികം സംസ്ഥാനങ്ങളുടെ ഗവർണറായി മാറാൻ ഒരു വ്യക്തിക്ക് കഴിയും. അത് ഏത് ഭേദഗതിയിലാണ് പറയുന്നേ? അത് 7ാമത്തെ ഭേദഗതിയിലാണ് ആ പോയിന്റ് പറയുന്നത്. ഒരു വ്യക്തിക്ക് ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ ഗവർണറായി മാറാൻ കഴിയുമെന്ന് പറയുന്നത് 7ാമത്തെ ഭേദഗതിയിലാണ്. ഞാൻ പറയട്ടെ, 7ാമത്തെ ഭേദഗതി പ്രകാരമാണ് കേരളം രൂപം കൊണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണോ? 7ാമത്തെ ഭേദഗതി പ്രകാരമാണ് കേരള സംസ്ഥാനം രൂപീകരിച്ചെന്ന് പറഞ്ഞാൽ ശരിയാണോ? കാരണം എന്താ പിള്ളേരെ? 1956 7ാമത്തെ ഭേദഗതി പ്രകാരമാണ് ഏത് നിയമം പ്രാബല്യത്തിൽ വന്നത്? 1956 7ാമത്തെ ഭേദഗതി പ്രകാരമാണ് സംസ്ഥാന പുനഃസംഘടനാ നിയമം, അല്ലേ? സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത്, സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ ആക്ട് നിലവിൽ വന്നത്. അത് പ്രകാരമാണ് നമ്മുടെ കേരളം എന്ത് ചെയ്ത പിള്ളേരെ രൂപീകരിച്ചത്, അല്ലെ? കേരളം രൂപീകരിച്ചത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? കേരളം രൂപീകരിച്ചപ്പോൾ കേരളത്തിൽ നിന്ന് തമിഴ്നാടിന് ലഭിച്ച സ്ഥലങ്ങൾ നമുക്ക് ചോദിക്കും. ഏതൊക്കെയെന്ന് ഓർത്ത് പറഞ്ഞേ. ഏതൊക്കെയാണ്? തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്, അല്ലേ? ഇത് നിങ്ങൾക്ക് ചോദിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ 4 പേര് നിങ്ങൾ പഠിച്ചോണേ. അതായത് ഈ 56 കേരളം രൂപീകരിച്ചപ്പോൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ട തമിഴ്നാട്ടിലേക്ക് പോയ 4 സ്ഥലങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ തോവാള, രണ്ടാമത്തത് അഗസ്തീശ്വരം. ഏതാ കുട്ടികളെ? അഗസ്തീശ്വരമാണ്. മൂന്നാമത്തത് കൽക്കുളമാണ്. നാലാമത്തത് ഏതാ പിള്ളേരെ? നാലാമത്തത് വിളവൻകോട്. ഈ 4 കാര്യങ്ങൾ ഓർത്തിരിക്കുക. കേരളത്തിൽ നിന്ന്, അതായത് കേരള രൂപീകരണം നടന്നപ്പോൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോയ ഭാഗങ്ങളാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ ദക്ഷിണ കാനഡ അല്ലെങ്കിൽ കർണാടകയുടെ ഭാഗമായിട്ടുള്ള സ്ഥലം നമുക്ക് കിട്ടിയത് അതേതാ? നമുക്ക് കിട്ടിയത് ഏതൊക്കെയാണ്? പിള്ളേരെ ഹോസ്ദുർഗം കിട്ടി. ഹോസ്ദുർഗം കിട്ടി. കാസർഗോഡ് പ്രദേശം. കാസർഗോഡും ഹോസ്ദുർഗുമാണ് കേട്ടോ. കാസർഗോഡും ഹോസ്ദുർഗും നമുക്ക് കിട്ടി. ഈ പറയുന്ന തോവാള, അഗസ്തീശ്വരം, വിളവൻകോട്, കൽക്കുളം നമുക്ക് നഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ 56 7ാമത്തെ ഭേദഗതി പ്രകാരമാണ് കേരളം രൂപം കൊണ്ടത് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ അല്ലേ? മലയാളം സംസാരിക്കുന്നവരെ കൂട്ടിച്ചേർത്ത് കേരളം രൂപീകരിക്കണം എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. അത് +2 നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്കിപ്പോ റീസെന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏത് കൃതിയാണ്? 1.25 കോടി മലയാളികൾ, അല്ലെ? EMSന്റെ 1.25 കോടി മലയാളികൾ എന്ന് പറയുന്ന കൃതിയിലാണ് അത് പറയുന്നത്, അല്ലേ? ഓക്കെ, കൊള്ളാം, ശരി. അപ്പൊ നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന ഗവർണർ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രതിനിധിയാണ്.
ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ ഒരു വ്യക്തിക്ക് ഗവർണറാകാൻ കഴിയുമെന്ന്, അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തിലും ഒരു വ്യക്തി ഗവർണറാകാൻ കഴിയുമെന്ന് പറയുന്നത് 7ാമത്തെ ഭേദഗതിയിലൂടെയാണ്. 1956 7ാമത്തെ ഭേദഗതിയിലാണ് അല്ലെ. ഓക്കെ, ഈ ഗവർണർക്ക് ഒരു കാലാവധി പറയുന്നുണ്ടോ പിള്ളേരെ? ഗവർണർക്ക് കാലാവധി പറയുന്നുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് പഠിക്കാൻ തന്നപ്പോ നിങ്ങൾ പഠിച്ചു കാണും കേട്ടോ. ഞാൻ നിങ്ങൾ ടോപ്പിക്ക് തന്നതാണ്. അതിലിപ്പോ എന്താ പറയുന്നേ? നമ്മൾ പ്ലഷർ ഓഫ് പ്രസിഡന്റ് എന്ന് പറയും. പ്ലഷർ ഓഫ് പ്രസിഡന്റ് എന്ന് പറയും കേട്ടോ. പ്ലഷർ ഓഫ് പ്രസിഡന്റ് എന്ന് പറയും. ഗവർണറുടെ കാര്യത്തിൽ പ്ലഷർ ഓഫ് പ്രസിഡന്റ് ഏത് ആർട്ടിക്കിളാ? ഗവർണറുടെ കാര്യത്തിൽ പ്ലഷർ ഓഫ് പ്രസിഡന്റ് ഏത് ആർട്ടിക്കിളാണ് കുട്ടികളെ? 156 ആണല്ലേ? 156 ആണല്ലേ? 156 ആണ്. ഗവർണറുടെ കാര്യത്തിൽ പ്ലഷർ ഓഫ് പ്രസിഡന്റ് 156 ആണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം എന്ത് ചെയ്യാൻ കഴിയും പിള്ളേരെ? ഈ ഗവർണർക്ക് സ്ഥാനത്ത് തുടരാൻ കഴിയും. മനസ്സിലായോ? നമ്മളിവിടെ പറഞ്ഞു രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നതെന്ന് പറഞ്ഞില്ലേ? രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം ആർട്ടിക്കിൾ 156 പ്രകാരം ഗവർണർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പദവിയിൽ തുടരാൻ കഴിയും. ഓക്കെ അല്ലേ? ഇനി ഗവർണറെ നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? ഗവർണറെ നീക്കം ചെയ്യാനുള്ള അധികാരമുള്ളത് ആർക്കാണ്? ഗവർണറെ നീക്കം ചെയ്യാൻ അധികാരമുള്ളത് പ്രസിഡന്റിനാണ്. ഗവർണറെ നീക്കം ചെയ്യാൻ അധികാരമുള്ളത് പ്രസിഡന്റിനാണ്. ഗവർണറെ നീക്കം ചെയ്യാൻ അധികാരമുള്ളത് പ്രസിഡന്റാണ് നീക്കം ചെയ്യാൻ അധികാരമുള്ളത്. ഓക്കെ, അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നീക്കം ചെയ്യാനുള്ള നടപടിക്രമം ഏതാണ്? ഭരണഘടന പ്രകാരം ഗവർണറെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമം ഏതാണ്? ആസ് പെർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗവർണറെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമത്തിന്റെ പേരെന്താണ്? ഇംപീച്ച്മെന്റ്. നിങ്ങൾ ടോപ്പിക്കിൽ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടാൽ ടോപ്പിക്കിൽ ഉണ്ടായിരുന്നു അത് ഇംപീച്ച്മെന്റ് ചെയ്യണം എന്നുള്ള കാര്യം. അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു നടപടിക്രമം പറയുന്നില്ല. ഗവർണറെ നിയമിക്കുന്നത് പോലെ തന്നെ ഗവർണറെ നീക്കം ചെയ്യുന്നതിന് പ്രത്യേകിച്ച് നടപടിക്രമം ഒന്നും പറയുന്നില്ല. മനസ്സിലായ? ഗവർണർ ഇങ്ങനെ ആ ഒരു ചോദ്യം ഇങ്ങനെയാണ്. അതിന്റെ പോയിന്റ് ഇതാണ്, ഗവർണറെ നീക്കം ചെയ്യുന്ന നടപടിക്രമങ്ങളെ കുറിച്ച് ഭരണഘടനയിൽ പ്രത്യേക പരാമർശമില്ല. മനസ്സിലായ? ഗവർണറെ നീക്കം ചെയ്യുന്ന നടപടിക്രമങ്ങളെ കുറിച്ച് ഭരണഘടനയിൽ പ്രത്യേക പരാമർശമില്ല. മനസ്സിലായല്ലോ? ഓക്കെ, ശരി. ഇനി ഗവർണർ യോഗ്യതയൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഗവർണറുടെ യോഗ്യതയൊക്കെ നിങ്ങൾക്ക് അറിയാലോ. യോഗ്യത എന്താണ്? ഗവർണറുടെ യോഗ്യത 35 വയസ്സ് ഇന്ത്യൻ പൗരൻ അല്ലെ? 35 വയസ്സ് ഇന്ത്യൻ പൗരൻ. 35 വയസ്സുണ്ട് ഇന്ത്യൻ പൗരനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പിള്ളേരെ? ഗവർണർ ആകാൻ പറ്റും. മനസ്സിലായല്ലേ? സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്ന ആരാ ഗവർണർക്ക്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ വേണമെന്നുണ്ടോ? സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കാൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ വേണമെന്നുണ്ടോ? ഇല്ല. നമ്മൾ പഠിക്കുന്ന രാഷ്ട്രപതി പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട് പിള്ളേരെ. രാഷ്ട്രപതിക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് അല്ലെ? രാഷ്ട്രപതിക്ക് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ അഭാവത്തിൽ ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ അഭാവത്തിൽ സുപ്രീം കോടതിയിലെ മുതിർന്ന ജഡ്ജായിരിക്കും സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത്. ഇനി സുപ്രീം കോടതിയിലെ മുതിർന്ന ജഡ്ജും ഇല്ലെങ്കിൽ ആരായിരിക്കും? സീനിയർ മോസ്റ്റ് ജഡ്ജും ആബ്സെന്റ് ആണെങ്കിൽ അതിനുശേഷമുള്ള മുതിർന്ന ജഡ്ജ്, തൊട്ട് താഴെയുള്ള മുതിർന്ന ജഡ്ജ്. അതേപോലെ തന്നെയാണ് ഗവർണറുടെ കാര്യത്തിലും. ഗവർണറിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കേണ്ടത് ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ആരാ പിള്ളേരെ? അത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ അഭാവത്തിൽ ഗവർണർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കേണ്ടത് ആരാ? അത് ഹൈക്കോടതിയിലെ മുതിർന്ന ജഡ്ജാണ്. കേട്ടാ. ഓക്കെ, മുതിർന്ന ജഡ്ജ് ഇല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള ആള്. ഓക്കെ, ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? സഞ്ജീവ് ഖന്ന തന്നെയാണ്. മെയ് 13 വരെയും സഞ്ജീവ് ഖന്ന തന്നെയാണ്. അപ്പം സഞ്ജീവ് ഖന്നയ്ക്ക് ശേഷമുള്ള മുതിർന്ന ജഡ്ജ് ആണെന്നിട്ട് നിങ്ങൾക്ക് ഇപ്പൊ പറയാൻ പറ്റും. സഞ്ജീവ് ഖന്നയ്ക്ക് ശേഷമുള്ള മുതിർന്ന ജഡ്ജ് ആരാണ്? ഭൂഷൺ റാം ഗവായി അല്ലെങ്കിൽ BR ഗവായി ആണ് അല്ലെ പിള്ളേരെ? BR ഗവായി ആണ്. കാരണം അദ്ദേഹം അടുത്ത ചീഫ് ജസ്റ്റിസ് ആകാൻ പോണില്ല. അപ്പൊ നമുക്കറിയാം ഇങ്ങനെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത് പിള്ളേരെ? ഇതായിട്ട് മാറുന്നത്. ഓക്കെ,
പിന്നെ ഞാൻ പറഞ്ഞതാണ് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ചെയർമാൻ, നിലവിലെ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ചെയർമാൻ അദ്ദേഹമാണ് കേട്ടോ. ശരി, BR ഗവായി ആണ്. ഓക്കെ, അത് ഓർത്തിരിക്കുക. ക്ലിയർ ആണേ? ഗവർണർക്ക് നമ്മൾ ഗവർണർക്ക് കാലാവധി ഇല്ല എന്ന് പറഞ്ഞു അല്ലെ, അല്ലെങ്കിൽ രാഷ്ട്രപതി ഇഷ്ടാനുസരിച്ച് നിൽക്കാന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ പരീക്ഷ ചോദിക്കുന്ന സമയത്ത് ഗവർണറുടെ സാധാരണ കാലാവധി 5 വർഷമാണ് എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ? അതില് ഗവർണറുടെ സാധാരണ കാലാവധി 5 വർഷമാണെന്ന് തെറ്റില്ല. നിങ്ങൾ അങ്ങനെ വിചാരിക്കരുതേ കേട്ടോ, കൺഫ്യൂഷൻ വരരുത്. നമ്മൾ പറഞ്ഞു രാഷ്ട്രപതി ആർട്ടിക്കിൾ 156 പ്രകാരം രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം ഗവർണർക്ക് തുടരാൻ കഴിയും നമ്മൾ പറഞ്ഞു. പക്ഷേ ഗവർണറുടെ സാധാരണ കാലാവധി എത്ര വർഷമാണ് പിള്ളേരെ? 5 വർഷമാണ് സാധാരണ കാലാവധി. സാധാരണ കാലാവധി എത്ര വർഷമാണ്? 5 വർഷമാണ്. ഗവർണറെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാജിക്കത്ത് സ്വീകരിക്കുന്നതും എല്ലാം ആരാണ്? പ്രസിഡന്റ് ആണ് അല്ലേ? എല്ലാം ആരാണ് പിള്ളേരെ? പ്രസിഡന്റ് ആണ്. എല്ലാം പ്രസിഡന്റ് ആണ്. ഓക്കെ അല്ലേ? നിയമസഭാ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നതും പിരിച്ചുവിടുന്നതും ഗവർണറാണെന്ന് പറഞ്ഞാൽ ശരിയാണോ? നിയമസഭാ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നതും പിരിച്ചുവിടുന്നതും ഗവർണറാണെന്ന് പറഞ്ഞാൽ ശരിയാണോ? ആണോ അല്ലേ? ശരിയാണ്. ഓക്കെ, നിയമസഭാ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നതും പിരിച്ചുവിടുന്നതും ഗവർണറാണ്. അതുപോലെ തന്നെ ഇലക്ഷന് ശേഷമുള്ള ഈ നമ്മുടെ സംസ്ഥാന നിയമസഭയുടെ ആദ്യ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നത് ആരാണ് പിള്ളേരെ? ഗവർണറാണ് കേട്ടോ. അതായത് നമ്മളെ ഇലക്ഷന് ശേഷമുള്ള നിയമസഭാ ഇലക്ഷന് ശേഷമുള്ള ആദ്യ നിയമസഭാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതും ആരാണ്? ഗവർണറാണ്. ആരാണ് പിള്ളേരെ? ഗവർണറാണ്. അങ്ങനെയെങ്കിൽ ഒരു വർഷത്തിലെ ആദ്യത്തെ നിയമസഭാ സമ്മേളനം അഭിസംബോധന ചെയ്യുന്ന ആരാ? ഒരു വർഷത്തിലെ ആദ്യ നിയമസഭാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്ന ആരാ? അതും ഗവർണറാണ്. മനസ്സിലായ? ഇലക്ഷന് ശേഷമുള്ള ആദ്യ നിയമസഭാ സമ്മേളനം, ഇലക്ഷൻ 2024 ഇലക്ഷൻ നടക്കുമല്ലോ, 2024 നിയമസഭാ ഇലക്ഷൻ നടക്കും. ആ ഇലക്ഷന് ശേഷമുള്ള ആദ്യത്തെ നിയമസഭാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നത് ആരാണ്? ഗവർണറാണ്. അതുപോലെ ഒരു വർഷത്തിലെ ആദ്യത്തെ നിയമസഭാ സമ്മേളനത്തെയും അഭിസംബോധന ചെയ്യുന്ന ആരാണ് കുട്ടികളെ? ഗവർണറാണ് കേട്ടോ, ഗവർണറാണ്. ഓക്കെ അല്ലേ? പിന്നെ ഒരു പോയിന്റ് കൂടെ പഠിച്ചിരിക്കുക. സംസ്ഥാന ഭരണം സംബന്ധിച്ച എല്ലാ ഉത്തരവുകളും പുറത്തിറങ്ങുന്നത് ആരുടെ പേരിലാണ്? അതും പ്രീവിയസ് ചോദ്യമാണ്. സംസ്ഥാന ഭരണം സംബന്ധിച്ച എല്ലാ ഉത്തരവുകളും പുറത്തിറങ്ങുന്നത് ഗവർണറുടെ പേരിലാണ്. ഗവർണറുടെ പേരിലാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോയിന്റ്സ് ഒന്ന് ഓർത്തിരിക്കുക. ഇതൊക്കെ നിങ്ങൾ ചോദിക്കുന്നതാണ്. കേന്ദ്രമന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത് രാഷ്ട്രപതി, ഗവർണറെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി, ഗവർണറുടെ രാജിക്കത്ത് സ്വീകരിക്കുന്നത് രാഷ്ട്രപതി. രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം ഗവർണർക്ക് പദവിയിൽ തുടരാൻ കഴിയും 156 പ്രകാരം ആർട്ടിക്കിള്. ഓക്കെ, അതുപോലെ തന്നെ ഗവർണറുടെ സാധാരണ കാലാവധി എത്രയാണെന്ന് വെച്ചാൽ 5 വർഷമാണ്. അതും ഓർത്തിരിക്കുക. ഭരണകാര്യങ്ങളിൽ മുഖ്യമന്ത്രി ഗവർണറെ സഹായിക്കുന്നു. സംസ്ഥാന ഭരണനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണറാണ് അല്ലെ? ഗവർണറാണ്. പിന്നെ നമ്മൾ പഠിച്ച പോയിന്റ്സ് ആണ്. ഗവർണർ സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രതിനിധിയാണ്. ഗവർണർ എന്ന പദവി വിവാദമാകാൻ കാരണം പലതവണയും അല്ലെങ്കിൽ ഭരണഘടനാപരമായിട്ട് വിവാദമായിട്ടുള്ള ഒരു പദവിയാണ് ഗവർണർ. കാരണം ഗവർണറെ നിയമിക്കുന്നത് ഇലക്ഷനിലൂടെ അല്ല എന്നുള്ള കാരണം കൊണ്ട്. മനസ്സിലായ? ഗവർണറെ നിയമിക്കുന്ന ഇലക്ഷനിലൂടെ അല്ല. പിന്നെ നമ്മൾ പറഞ്ഞു ഒരു വ്യക്തിക്ക് ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ ഗവർണറാകാൻ കഴിയും, അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഗവർണറാകാൻ കഴിയും എന്ന് പറഞ്ഞത് 7ാമത്തെ ഭേദഗതിയിലൂടെയാണ്. 56-ലെ 7ാമത്തെ ഭേദഗതിയിലൂടെയാണ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ഗവർണറുടെ യോഗ്യത പറഞ്ഞു 35 വയസ്സ്, ഇന്ത്യൻ പൗരൻ, സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ മുതിർന്ന ജഡ്ജിയാണ്. ഓക്കെ, നിയമസഭാ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നതും പിരിച്ചുവിടുന്നതും ഗവർണറാണ്. ഇലക്ഷന് ശേഷമുള്ള ആദ്യ നിയമസഭാ സമ്മേളനവും ഒരു വർഷത്തിലെ ആദ്യ നിയമസഭാ സമ്മേളനവും അഭിസംബോധന ചെയ്യുന്നത് ഗവർണറാണ്. സംസ്ഥാന ഭരണം സംബന്ധിച്ച് എല്ലാ ഉത്തരവുകളും പുറത്തിറങ്ങുന്നത് ആരുടെ പേരിലാണ് കുട്ടികളെ? ഗവർണറുടെ പേരിലാണ്. ഓക്കെ അല്ലേ? ബാക്കിയൊക്കെ നിങ്ങൾ ടോപ്പിക്കും തന്നിട്ടുണ്ട്, നന്നായിട്ട് പഠിക്കുക കേട്ടോ, അത് വായിച്ച് പഠിക്കുക. ഓക്കെ, ക്ലിയർ ആണ്. ശരി, അടുത്ത ക്വസ്റ്റിലേക്ക് പോവേണേ. ഇനി ഈ പറഞ്ഞ പോയിന്റ്സിലൊന്നും ഡൗട്ട് ഇല്ലല്ലോ?
ഈ ഗവർണറുടെ നിയമനം ഇന്ത്യയുടെ ഫെഡറൽ വ്യവസ്ഥയ്ക്ക് എതിരാണെന്നുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ടോ? ഗവർണറുടെ നിയമനം ഈ ഫെഡറൽ വ്യവസ്ഥയ്ക്ക്, നമ്മുടെ രാജ്യത്തെ ഫെഡറൽ വ്യവസ്ഥയ്ക്ക് എതിരാണ് എന്നുള്ള അഭിപ്രായം ഉണ്ടായിട്ടുണ്ടോ? അത് ഉണ്ടായിട്ടുണ്ട് കേട്ടോ, അതുണ്ടായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഡിഗ്രിയിൽ പരീക്ഷയൊക്കെ ഉള്ള ആൾക്കാർ ശ്രദ്ധിക്കണം, ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ വരും. കാര്യം എന്താണ്? ഫെഡറൽ വ്യവസ്ഥ എന്താണ്? നമ്മുടെ രാജ്യത്ത് സമ്പൂർണ്ണമായി ഫെഡറൽ വ്യവസ്ഥ ഇല്ല അല്ലേ? നമ്മുടെ രാജ്യത്ത് അർദ്ധ ഫെഡറൽ സമ്പ്രദായമാണ് ഉള്ളത്. അർദ്ധ ഫെഡറൽ സമ്പ്രദായമാണ് ഉള്ളത്. അതായത് നമ്മുടെ രാജ്യത്ത് കേന്ദ്ര ഗവൺമെന്റ് കുറച്ച് ശക്തമാണ്, സെൻട്രൽ ഗവൺമെന്റ് ശക്തമായിട്ടുള്ളതാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് അല്ലേ. എന്നാൽ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അവരുടേതായ അധികാരങ്ങൾ ഉണ്ട് താനും. സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അവരുടേതായ അധികാരങ്ങൾ ഉണ്ട് താനും അല്ലേ. സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അവരുടേതായ അധികാരമുണ്ട്, കേന്ദ്ര ഗവൺമെന്റ് ശക്തമാണ് അല്ലേ. ഓക്കെ. എന്നാൽ എന്നിരുന്നാൽ പോലും ഈ ഒരു ഗവർണറുടെ നിയമനം ഈ ഫെഡറൽ വ്യവസ്ഥയ്ക്ക് എതിരാണെന്നുള്ള അഭിപ്രായം നമ്മുടെ രാജ്യത്ത് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ. ഈ ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ അർദ്ധ ഫെഡറൽ സമ്പ്രദായം, ഇത് നമ്മൾ എവിടെ നിന്ന് കടമെടുത്ത ആശയമാണ്? ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ അർദ്ധ ഫെഡറൽ സമ്പ്രദായം നമ്മൾ എവിടെ നിന്ന് കടമെടുത്ത ആശയമാണ്? വളരെ കാനഡ. ഓക്കെ. അടുത്ത ചോദ്യം ചെയ്തേ. ഓക്കെ, പിള്ളേരെ ഇതൊരു ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് ഡിലീഷൻ പോയുടെ ക്വസ്റ്റ്യൻ, എന്തൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, പിള്ളേർ നോക്കിയോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെ കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവന ഏതാണ്? നമുക്ക് ഘടനയൊക്കെ നന്നായിട്ട് അറിയാം, നമ്മൾ പഠിച്ചതാണ്, പല തവണ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്നലെ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചെയർമാൻ. ഓക്കെ, അത് ശരിയാണോ? പൂർണ്ണമായും ശരിയാണോ? അത് മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മാത്രമേ ചെയർമാൻ ആകത്തുള്ളൂ? അല്ല, സുപ്രീം കോടതി ജഡ്ജിക്കും എന്ത് ചെയ്യാം? ചെയർമാൻ ആകാം കേട്ടാ. ഇത് പൂർണ്ണമായും ശരിയല്ല. അടുത്ത, മുൻ സുപ്രീം കോടതി ജഡ്ജി മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അംഗങ്ങളായി വരുന്നു. അതും പൂർണ്ണമായും ശരിയാണോ? അതായത് മുൻ സുപ്രീം കോടതി ജഡ്ജിക്ക് അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ജഡ്ജിന് മാത്രമേ അംഗമാകാൻ കഴിയത്തുള്ളൂ. അതാ നിലവിലെ സുപ്രീം കോടതി ജഡ്ജിക്കും നിലവിലെ ഹൈക്കോടതി ജഡ്ജിന് അംഗമാകാൻ കഴിയത്തില്ലേ? നമ്മൾ ഇന്നലെ പഠിച്ചല്ലേ ഉള്ളൂ. നിലവിലെ സുപ്രീം കോടതി ജഡ്ജിക്കും നിലവിലെ ഹൈക്കോടതി ജഡ്ജിനും അംഗമാകാൻ കഴിയും. അപ്പൊ ഇതും പൂർണ്ണമായി ശരിയല്ല. അടുത്ത്, മുൻ ഹൈക്കോടതി ജഡ്ജിമാർ ആയിട്ടുള്ള 2 പേർ എക്സബിഷൻ അംഗങ്ങളായി വരുന്നു. എക്സബിഷൻ അംഗങ്ങളെ നമുക്കറിയാം, ഹൈക്കോടതി ജഡ്ജിമാരൊന്നും അതിലില്ലല്ലേ. 7 പേര് നമ്മൾ പഠിക്കുന്നുണ്ട്. മനുഷ്യാവകാശം സംബന്ധിച്ച വിഷയങ്ങളിൽ അറിവും പ്രായോഗിക പരിചയമുള്ള 2 പേർ അംഗങ്ങളായി വരുന്നു അല്ലെ. 2 അല്ല 3 ആണ് വരുന്നത് അല്ലേ. 2 അല്ല 3 ആയി വരുന്നത്. അപ്പൊ ഈ 2 സ്റ്റേറ്റ്മെന്റുകളും തെറ്റാണ്. 3ഉം 4ഉം തെറ്റാണ്. പക്ഷെ 1ഉം 2ഉം പൂർണ്ണമായി ശരിയല്ല കേട്ടോ. അതുകൊണ്ടാണ് എന്ത് ചെയ്ത് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീഷൻ പോയത്. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ആരാ പിള്ളേരെ? കമന്റ് കണ്ടുപിടിച്ചേ. ഇവിടെ ആൻസർ മൻസുഖ് മാണ്ഡവ്യയാണ്. മൻസുഖ് മാണ്ഡവ്യയാകുമ്പോൾ ഓപ്ഷൻ സി വരും അല്ലെ. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. മൻസുഖ് മാണ്ഡവ്യയാകുമ്പോൾ ഓപ്ഷൻ സി ആണ് എന്ത് ചെയ്യുന്നത്? ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, ഈ കേന്ദ്ര മന്ത്രിസഭ പഠിക്കേണ്ടതുണ്ട്. ഞാൻ അതൊരു സെപ്പറേറ്റ് ക്ലാസ് ആയിട്ട് എടുത്തു തരാം കേട്ടോ. കേന്ദ്ര മന്ത്രിസഭ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം, മനസ്സിലായില്ലേ? മന്ത്രിമാരും മറ്റുമൊക്കെ കണക്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, മനോഹർലാൽ ഖട്ടറിന്റെ വകുപ്പുകളെന്ന് പറഞ്ഞേ. മനോഹർലാൽ ഖട്ടറിന്റെ വകുപ്പുകളെന്ന് പറഞ്ഞേ.
ഗതാഗതം മനോഹർലാൽ ഖട്ടർ. നിങ്ങൾ എന്തുവാടേ പറയുന്നേ? ഗതാഗതം ഇതേകല്ലേ, നിതിൻ ഗഡ്കരി അല്ലേ? ഞാൻ പറഞ്ഞ മനോഹർലാൽ ഖട്ടർ ആണ് പറഞ്ഞത്. വളരെ നഗരകാര്യം, ഭവന നിർമ്മാണം, ഊർജം, മനസ്സിലായില്ലേ? അപ്പൊ മനോഹരമായിട്ടുള്ള ഭവനം എന്ന് ഓർത്തിരിക്കുക, മനോഹരമായിട്ടുള്ള നഗരം എന്ന് ഓർത്തിരിക്കുക, മനസ്സിലായില്ലേ? നമുക്ക് അങ്ങനെ കണ്ടിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ. നമുക്കിപ്പോ റീസെന്റ് ആയിട്ടൊരു ചോദ്യം വന്നതാണ്, പാർലമെന്ററി കാര്യം ആരാണ് കൈകാര്യം ചെയ്യുന്നതെന്ന്. പാർലമെന്ററി കാര്യം കൈകാര്യം ചെയ്യുന്ന ആരാണ് കുട്ടികളെ? നമുക്ക് കിരൺ റിജ്ജു ആണ് പാർലമെന്ററി കാര്യം കൈകാര്യം ചെയ്യുന്നത്. കിരൺ റിജ്ജു ആണ് പാർലമെന്ററി കാര്യം കൈകാര്യം ചെയ്യുന്നത്. കിരൺ റിജ്ജു ആണ്. ഓക്കെ. അത് സാംസ്കാരികം, ടൂറിസം, റിച്ച് ആയിട്ടുള്ളവരാണ് പാർലമെന്റ്. അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. സാംസ്കാരികം ടൂറിസം പറ. സാംസ്കാരികം ടൂറിസം. ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ആണ് സാംസ്കാരികം ടൂറിസം. സാംസ്കാരികം ടൂറിസം. ഗജം എന്ന് പറഞ്ഞാൽ ആനയില്ലേ? നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമല്ലേ ആന? അല്ലേ? നമ്മുടെ ടൂറിസം പരിപാടികൾക്ക് നമ്മൾ ആനയെ ഉപയോഗിക്കാറില്ലേ? നമ്മൾ ഗജത്തിനെ നമ്മുടെ സാംസ്കാരിക പരിപാടികൾക്കും ടൂറിസം പരിപാടികൾക്കും നമ്മൾ ഉപയോഗിക്കും എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പം ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് എന്താണ്? സാംസ്കാരികവും ടൂറിസവുമാണ്. ഓക്കെ. അന്നപൂർണ ദേവി വനിതാ ശിശു വികസനം. ആരോഗ്യം ജെ പി നദ്ദ അല്ലേ? അന്നപൂർണ ദേവി വനിതാ ശിശു വികസനമാണ്. വനിതാ ശിശു വികസനമാണ് അന്നപൂർണ ദേവി. ഓക്കെ. പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ആരാ പിള്ളേരെ? ആരാണ്? അതും പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണ്. പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ആരാണ്? അത് പിള്ളേരെ പുരിയാണ്. ഹർദീപ് സിംഗ് പുരിയാണ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് കേട്ടാ. ഹർദീപ് സിംഗ് പുരിയാണ്. ഓക്കെ അല്ലേ? സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ആരാ? സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ഡിപ്പാർട്ട്മെന്റ്. സാമൂഹ്യ നീതി വകുപ്പ്. സമൂഹത്തിൽ നീതി കൊണ്ടുവരാൻ ഒരു വീരന് മാത്രമേ കഴിയത്തുള്ളൂ. സമൂഹത്തില് നീതി കൊണ്ടുവരാൻ ഒരു വീരന് മാത്രമേ കഴിയത്തുള്ളൂ എന്ന് ഓർത്താൽ മതി. വീരേന്ദ്രകുമാറാണ്. ഓക്കെ. വീരേന്ദ്രകുമാർ. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാ? കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാ പിള്ളേരെ? കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? ധർമ്മേന്ദ്ര പ്രധാൻ ആണല്ലേ? വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കുന്നു. അത് ഓർത്ത് വെച്ചാൽ സമൂഹത്തിൽ നീതി കൊണ്ടുവരാൻ ഒരു വീരനെ കഴിയത്തുള്ളൂ. ഓക്കെ. അല്ലെങ്കിൽ വിദ്യാഭ്യാസം പ്രധാനം, അതും കൊള്ളാം. ധർമ്മേന്ദ്ര പ്രധാനാണ്. ഓക്കെ. നമുക്കിപ്പോ റീസെന്റ് ആയി ചോദിച്ചതാണ് പഞ്ചായത്തി രാജ് വകുപ്പ് മന്ത്രി ആരാണ്? പഞ്ചായത്തി രാജ് തന്നെ പിടിച്ച് രാജീവ് രഞ്ജൻ സിംഗ്. പഞ്ചായത്തി രാജ് വകുപ്പ് രാജീവ് രഞ്ജൻ സിംഗ് ആണ്. ഓക്കെ അല്ലേ? രാജീവ് രഞ്ജൻ സിംഗ് ക്ലിയർ ആണ്. അപ്പൊ നിങ്ങൾക്ക് കുറെ അറിയാം. ഭക്ഷ്യ പൊതുവിതരണം ഉപഭോക്തൃകാര്യം ആരാ? ഉപഭോക്തൃകാര്യം ചോദിച്ചതാ റീസെന്റ് ആയിട്ട്. ഭക്ഷ്യ പൊതുവിതരണം ഉപഭോക്തൃകാര്യം. പ്രഹ്ലാദ് ജോഷിയാണ്. ഭക്ഷ്യ പൊതുവിതരണം ഉപഭോക്തൃകാര്യം ആരാണ്? പ്രഹ്ലാദ് ജോഷിയാണ് കേട്ടാ. ഓക്കെ. അശ്വനി വൈഷ്ണവിന്റെ വകുപ്പുകൾ ഏതൊക്കെയാ? അശ്വനി വൈഷ്ണവിന്റെ വകുപ്പുകൾ പറയടാ പിള്ളേരെ. അശ്വനി വൈഷ്ണവിന്റെ വകുപ്പുകൾ കറക്റ്റ് ആണ്. ഏതൊക്കെ വരും? റെയിൽവേ വരുന്നുണ്ട്, ടെലികമ്മ്യൂണിക്കേഷൻ വാർത്താവിനിമയം വരുന്നുണ്ട്, ഇലക്ട്രോണിക്സ് വരുന്നുണ്ട്, IT വരുന്നുണ്ട് അല്ലെ? അശ്വനി വൈഷ്ണവ് റെയിൽവേ, വാർത്താവിനിമയം, ഇലക്ട്രോണിക്സ്, IT. ഓക്കെ, കൊള്ളാം. അടുത്ത് ശിവരാജ് സിംഗ് ചൗഹാന്റെ വകുപ്പ് ഏതാണ്? കൃഷി വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ആണ് അല്ലേ?
കൃഷി വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ആണ്. കൃഷി വകുപ്പ് മന്ത്രി. ഓക്കെ. അടുത്ത് വാണിജ്യം വ്യവസായം ആരാണ്? വാണിജ്യം വ്യവസായം പീയൂഷ് ഗോയൽ ആണ് അല്ലെ? വാണിജ്യം വ്യവസായം പീയൂഷ് ഗോയൽ ആണ്. കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രി ആരാ? കേന്ദ്ര സഹകരണ വകുപ്പ് ആഭ്യന്തരം സഹകരണം ആരാണ്? അമിത്ഷാ ആണ്. ആഭ്യന്തരം സഹകരണം ആരാണ്? അമിത്ഷാ. ഓക്കെ, കൊള്ളാം. ശരി. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മന്ത്രിസഭ, നമുക്ക് എല്ലാം പ്രധാനപ്പെട്ട എല്ലാ മന്ത്രിമാരും സഹമന്ത്രിമാരും പഠിക്കാനും കൂടെ നമുക്ക് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് റിവിഷൻ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് കുറെ ഒക്കെ അറിയാം, കുഴപ്പമില്ല. അപ്പൊ 1-2 പേരോട് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി സെറ്റ് ആണത്. ഓക്കെ. ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ കുറിച്ച് സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന എന്നാണ്? ദ്രൗപദി മുർമു. വളരെ 15ാമത്തെ പ്രസിഡന്റ് ശരിയാണോടെ? ഇന്ത്യയിലെ 15ാമത്തെ പ്രസിഡന്റ് ആണ് ദ്രൗപദി മുർമു. അതെ, ഇന്ത്യയിലെ 15ാമത്തെ പ്രസിഡന്റ് ആണ് ദ്രൗപദി മുർമു അല്ലെ? 15ാമത്തെ പ്രസിഡന്റ് ആണ് ദ്രൗപദി മുർമു. അപ്പൊ 14ാമത് തെറ്റ്. ഓക്കെ, 1 ശരിയാണ്. അടുത്ത് 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ശരിയോ തെറ്റോ? 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതും ശരിയാണ്. ഓക്കെ, അപ്പൊ ഒഡീഷ ഗവർണർ എന്നുള്ളത് തെറ്റാണ് അല്ലെ? അപ്പൊ 1ഉം 3ഉം ശരി. 1ഉം 3ഉം ശരി എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലെ? ഇവരുടെ പ്രത്യേകതകള് ഓർത്തു വെച്ചോണം കേട്ടോ. ഓക്കെ, നരേന്ദ്രമോദിക്കും ഈ പറയുന്ന ദ്രൗപദി മുർമുവിനും മാത്രമായിട്ടൊരു പ്രത്യേകത ഉണ്ട്. എന്തെന്നറിയാമോ? നരേന്ദ്രമോദിക്കും ദ്രൗപദി മുർമുവിനും ഉള്ള ഒരു പ്രത്യേകത ഉണ്ട്. എന്തെന്നറിയോ? രണ്ടുപേരും, അതായത് സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അതുപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ രാഷ്ട്രപതിയാണ് ആര്? ദ്രൗപദി മുർമു കേട്ടോ. ദ്രൗപദി മുർമു. ഓക്കെ, സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ രാഷ്ട്രപതി. നിങ്ങൾക്ക് അറിയാം ഇവരുടെ സംസ്ഥാനം ഏതാണ്? ദ്രൗപദി മുർമു രാഷ്ട്രപതിയുടെ സംസ്ഥാനം ഏതാ കുട്ടികളെ? ഏത് സംസ്ഥാനത്തുള്ള വ്യക്തിയാണ്? വളരെ ഒഡീഷയാണ് കേട്ടോ. ഒഡീഷയാണ് സംസ്ഥാനം. ഒഡീഷയിലെ ഏത് ജില്ലയെന്നറിയോ? മയൂർഭഞ്ച് അല്ലെ? ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിൽ നിന്നുള്ള ബൈദാപോസി ഗ്രാമത്തിലാണ് ആര് ജനിക്കുന്നത്? ഒഡീഷയിലെ മയൂർഭഞ്ചിലെ ബൈദാപോസി ഗ്രാമത്തിലാണ് ആര് ജനിക്കുന്നത് കുട്ടികളെ? ഈ ദ്രൗപദി മുർമു ജനിക്കുന്നത്. ഓക്കെ, ഡേറ്റ് ഒക്കെ വേണം ജസ്റ്റ് നോക്കി വെച്ചോ. 1958 ജൂൺ മാസം 20-നാണ് ജനിച്ചത് കേട്ടോ. 1958 ജൂൺ മാസം 20-നാണ് ജനിച്ചത്. ഓക്കെ, അപ്പൊ പ്രത്യേകത എന്തൊക്കെയെന്ന് ഞാൻ പറഞ്ഞു. പ്രത്യേകതകള്: ഇന്ത്യയിൽ രാഷ്ട്രപതിയാകുന്ന 15ാമത്തെ വ്യക്തി. അതുപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യ രാഷ്ട്രപതി. രാഷ്ട്രപതിയാകുന്ന രണ്ടാമത്തെ വനിത. ആദ്യത്തെ വനിത ആരാ? രാഷ്ട്രപതിയാകുന്ന ആദ്യത്തെ വനിത പ്രതിഭ ദേവി സിംഗ് പാട്ടീലാണ്. എപ്പോഴായിരുന്നു പ്രതിഭ ദേവി സിംഗ് പാട്ടീൽ രാഷ്ട്രപതിയായിരുന്നത്? എപ്പോഴായിരുന്നു രാഷ്ട്രപതിയായിരുന്നത്? പറഞ്ഞേ. 2007, 2012, 2007. പ്രതിഭ ദേവി സിംഗ് പാട്ടീൽ 2007, 2012 എത്രാമത്തെ രാഷ്ട്രപതി? ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതി? പ്രതിഭ പാട്ടീൽ എത്രാമത്തെയാണ്ട? പ്രതിഭ പാട്ടീൽ 12ാമത്തെ രാഷ്ട്രപതിയാണ്. കേട്ടോ. ഓക്കെ, അപ്പം പ്രതിഭ പാട്ടീലിന് ശേഷം രാഷ്ട്രപതിയാകുന്ന രണ്ടാമത്തെ വനിതയാണ്. ഓക്കെ, ST വിഭാഗം, ഗോത്ര വിഭാഗം അല്ലെങ്കിൽ ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതി. ST വിഭാഗം അല്ലെങ്കിൽ ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതിയാണ് ആര് പിള്ളരെ? പ്രതിഭ പാട്ടീൽ. ST വിഭാഗം അല്ലെങ്കിൽ ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതിയാണ് ആര്? പ്രതിഭ പാട്ടീൽ. ഓക്കെ, ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി. ഓക്കെ, അപ്പൊ പ്രായം കൂടിയതാരാ?
പ്രായം കൂടിയത് KR നാരായണനാണ് കേട്ടോ. പ്രായം കൂടിയത് KR നാരായണനാണ്. പ്രായം കൂടിയത് KR നാരായണനാണ്. പ്രായം കൂടിയത് KR നാരായണനാണ്. KR നാരായണനാണ് കേട്ടോ. ക്ലിയർ ആണല്ലോ. ആദ്യത്തെ ദളിത് രാഷ്ട്രപതി ആരാ? ദളിത് രാഷ്ട്രപതി KR നാരായണനാണേ. ദളിത് രാഷ്ട്രപതി KR നാരായണനാണ്. KR നാരായണൻ കേട്ടോ. ദളിത് രാഷ്ട്രപതി KR നാരായണനാണ്. പിന്നെ എവിടെ ഗോത്രം നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഏതാ ഗോത്രം പിള്ളേരെ? ഗോത്രം ഏതാ? ദ്രൗപദി മുർമുവിന്റെ ഗോത്രം സാന്താൾ ഗോത്രമാണ് അല്ലേ? സാന്താൾ ഗോത്രമാണ് കേട്ടോ. സാന്താൾ ഗോത്രം. ഓക്കെ. ഈ ഇലക്ഷനില് ദ്രൗപദി മുർമുവിനെതിരെ മത്സരിച്ചത് ആരാണ്? 2022 ഇലക്ഷനില് ദ്രൗപദി മുർമുവിനെതിരെ മത്സരിച്ചത് ആരാണ് കുട്ടികളെ? 2022 ഇലക്ഷനിൽ ദ്രൗപദി മുർമുവിനെതിരെ മത്സരിച്ചത് യശ്വന്ത് സിൻഹയാണ്. 2022 ഇലക്ഷനിൽ ദ്രൗപദി മുർമുവിനെതിരെ മത്സരിച്ചത്. അത് ഓർത്തിരിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഈ പോയിന്റ്സ് ഒക്കെ ഓർത്തിരിക്കുക. അപ്പൊ 2015 മുതൽ 2021 വരെ എവിടുത്തെ ഗവർണർ ആയിരുന്നു? ജാർഖണ്ഡ് ഗവർണർ ആയിരുന്നു. ഓക്കെ, ശരി. ഈ ദിവസം ചെയ്ത സ്നേഹസാന്ത്വനം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത്? സ്നേഹസാന്ത്വനം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത്? സ്നേഹസാന്ത്വനം പദ്ധതി സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായമാണ് കേട്ടോ. സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായമാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന സ്നേഹസാന്ത്വനം പദ്ധതി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, ഓക്കെ. അപ്പം സിവിക്സ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നാളെ IT ചെയ്യണം കേട്ടോ. IT എന്ന് വെച്ചാൽ കഴിഞ്ഞ LDക്ക് ചോദിച്ച 50 IT ചോദ്യങ്ങൾ, 50 അല്ല 40 സംതിങ് അത്രയുണ്ട്. 7 ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള IT ഉണ്ട്. ഓക്കെ, നാളെ അത് ചെയ്യണം. ഓക്കെ.